നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ കൊല്ലണം, അതാണ് അതിനുള്ള സൊല്യൂഷൻ. പെപ് ഗാർഡിയോളയുടെ മറുപടിയാണ്. ആ ഡിഫൻസ് പൊട്ടിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതാണ് മേ ബി ഒരാളെങ്ങ് കൊന്നാൽ മതിയാവുമെന്ന്. അതായത് ഇന്നലത്തെ ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം മഹാഭൂരിഭാഗം സമയത്തും പന്ത് കൈവശം വെച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 1700ഓളം പാസുകൾ അവർ പരസ്പരം കൈമാറി. അബ്സല്യൂട്ട്ലി അവർ കളിയിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഓൺ ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റിയത് ഒരേ ഒരു ഗോളാണ്. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതോടുകൂടി സിറ്റിയുടെ കിരീടമോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോ ബ്ലോക്കിൽ കളിക്കുന്ന ഓപ്പോസിഷനെതിരെ എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി പെപ്പിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള മറുപടിയാണ്. കിൽ സംവൺ മേ ബി, അതാണ് അതിന് ചെയ്യാനുള്ളത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആർക്കാണ് ഇപ്പോൾ കിരീട സാധ്യത കൂടുതൽ, ആരാണ് ഫേവറേറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ലിവർപൂൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം യെസ് എന്ന രൂപത്തിൽ തലയാട്ടുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു ആഴ്സണലാണ് സെക്കൻഡ് ഫേവറേറ്റ്സ്, ഞങ്ങൾക്ക് മൂന്നാമത്തെ സാധ്യതയുള്ളൂ. ആരാണോ ടോപ്പിൽ നിൽക്കുന്ന അവരാണ് ഫേവറേറ്റ്. തീർച്ചയായിട്ടും ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ഞങ്ങളുടെ കയ്യിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങളുടെ കൈവിട്ട് പോയിട്ടുണ്ട് എന്നാണ് പെപ് ഗാർഡിയോള പറയുന്നത്. ചുരുക്കത്തിൽ ഇനിയിപ്പം ആഴ്സണലും ലിവർപൂളും ഒക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ സിറ്റിക്ക് സാധ്യതകളുള്ളൂ. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.